ഹലോ. ഹലോ ചന്ദ്ര, ഇയാളൊരു പയ്യനല്ലേ? നമുക്ക് വേറൊരു വക്കീലിനെ കാണാം. അങ്കിളെ, നമ്മൾ എത്ര പേരെ കണ്ടതാ? ഒരാൾ പോലും ഈ കേസ് എടുക്കാൻ തയ്യാറായോ? ഇയാള് ശ്രമിക്കാന്നെങ്കിലും പറഞ്ഞില്ലേ? ജോൺ കൂടെ ഉണ്ടോ? ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ശരി അങ്കിൾ, ഞാൻ വക്കീലിനെ കണ്ടിട്ട് വിളിക്കാം. വക്കീലിപ്പോ വരൂ കേട്ടോ. സാറ് വന്നു കേട്ടോ, കയറി കണ്ടോളൂ. ഇരിക്കൂ. താങ്ക് യു. സാന്ദ്ര, ഞാൻ നമ്മുടെ കേസ് ഫയൽ നോക്കിയായിരുന്നു. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണല്ലോ. നമ്മൾ ഈ കേസ് ജയിക്കാവുന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ നമ്മൾ പറയുന്നത് കോടതി വിശ്വസിക്കണമെന്നില്ല. സാർ, എങ്ങനെയെങ്കിലും ഞങ്ങളെ ഒന്ന് സഹായിക്കണം. സാന്ദ്ര, കോടതിക്ക് വിശ്വാസം വരണമെങ്കിൽ വ്യക്തമായ എവിഡൻസ് വേണം. സംഭവിച്ചതിനെ പറ്റി സാന്ദ്രക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്നോട് പറയണം. എന്തെങ്കിലും പഴുതുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും രക്ഷപ്പെടുത്താം. ഞാൻ അലക്സിനെ പരിചയപ്പെടുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാ. ശരിക്കും പറഞ്ഞ ഞങ്ങളുടെ രണ്ടുപേരെയും വൈബ് ഒരുപോലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങള് വേഗം അടുത്തു. അലക്സിന്റെ പപ്പയും അമ്മയും ചെറുപ്പത്തിലെ മരിച്ചു. പിന്നീട് അലക്സ് വളർന്നതൊക്കെ അവന്റെ ഒരു അങ്കിളിന്റെ കൂടെയായിരുന്നു. സ്വന്തമായിട്ടൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങാനുള്ളത് അലക്സിന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. സാന്ദ്ര, സംഭവം നടക്കുന്നത് എപ്പോഴാണ്? മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? അതിന് നീ എന്നെ എപ്പോഴും മൂവി കാണിച്ചേ? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്ത് കാര്യം? ആ കാര്യം പറയണ്ട, പോ. എന്താടോ ഒരു പ്രാവശ്യം? നമ്മൾ പോവാണോ? ആ പോവാ. ഇനി ഇവിടെ വന്നിട്ട് എന്താ കാര്യം? വേണേ ഒരു ചെറിയ കാര്യം പറയാട്ടോ. എന്താ പറഞ്ഞേ? മനു, നിനക്ക് ഇഷ്ടം എന്നും എന്നോടുണ്ടാവോ? പിന്നെ ഒരു 100 വർഷം കഴിഞ്ഞാലും ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും. മനു, ഈ ഡയലോഗേ വളരെ നിലവാരമില്ലാത്ത ഡയലോഗായി പോട്ടോ, അതുകൊണ്ട് വേണ്ട. ആഹാ, എന്നാ വേറൊരു ഡയലോഗ് നിനക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. പുറത്താരോ ഉണ്ട്. ഉണ്ട് മനു, നോക്ക്, ഞാൻ കണ്ടതാ. ആർക്കും ഇപ്പൊ പാതിരാത്രിയിലെത്താം മനുഷ്യനെ എങ്ങനെയെങ്കിലും ഒന്നും. ഇവിടെയൊന്നും ആരുമില്ലല്ലോ. മനു വാ, നമുക്ക് പോവാം.
ശ്രുതി മനു മനു എന്താ പറ്റിയേ? എണീക്ക് മനു. മനു നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. എടോ, എന്നെ ഇവിടുന്ന് എഴുന്നേൽപ്പിക്കാണ്ട് പോവാണോ? നിന്റെ തമാശകളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നാ മതി കേട്ടോ. ഹലോ സാന്ദ്ര. ഹലോ, ഹാപ്പി ബർത്ത്ഡേ അലക്സ്. ഹലോ, കേൾക്കുന്നില്ലേ? ആ, ഹലോ. എനിക്ക് എന്നോടൊരു കാര്യം പറയാനുണ്ട്. സാന്ദ്ര, ഇത് വേറൊരു സ്വപ്നമല്ലേ? അതെ സർ. പക്ഷെ പിറ്റേ ദിവസം രാവിലെ എനിക്ക് അലക്സിന്റെ കോള് വന്നിരുന്നു. എന്താടാ വിളിച്ചേ? ഈ കാറാ ഞാൻ സ്വപ്നത്തിൽ കണ്ടത്. അലക്സ് എവിടെ? ദേ അവിടെ. ഡാ, നീ കേട്ടാലും ശരിയാണ്. ഇന്നലെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ പയ്യൻ സ്പോട്ടിൽ മരിച്ചു. പിന്നെ പെൺകുട്ടിയുടെ കാര്യം അത് കുറച്ച് ക്രിട്ടിക്കലാ. നമ്മുടെ ആ നിഷയില്ലേ, അവള് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാണ് ആ കുട്ടിയെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അവര് പറയണ കേട്ടാല് നമുക്ക് സഹിക്കാൻ പറ്റില്ല. പിന്നെ അത്ര ബ്രൂട്ടലായിട്ടാണ് അതിനെ റേപ്പ് ചെയ്തേക്കണേ. ഈ കാറിന്റെ നിർത്ത്. പിന്നെ ഞാനൊരു കാര്യം അറിഞ്ഞു. ആ ക്രിസ്റ്റഫറായിട്ട് അവർക്ക് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. അയാളത് ചെയ്തെന്നും പറയുന്നുണ്ട്. ആരായി ക്രിസ്റ്റഫർ? അയാള് കുറച്ച് ഡേഞ്ചറാണ്. അയാളാർക്ക് ഈ സിറ്റിയിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല.
Alex, Alex, wake up. Alex, wake up. ലുക്ക് മിസ്റ്റർ അലക്സ്, ഇത് നമുക്ക് എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. ആരോ നമ്മുടെ ഒപ്പം ഉണ്ടെന്നും അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും എല്ലാം വെറും തോന്നൽ മാത്രമാണ്. നന്നായിട്ട് ഉറങ്ങിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇനി ഇതുപോലെ തോന്നുകയാണെങ്കിൽ നന്നായിട്ട് വെള്ളം കുടിച്ചിട്ട് കിടന്നാൽ മതി. ഡോക്ടർ അപ്പോൾ സ്വപ്നം സ്വപ്നം അത് കഴിഞ്ഞു പോയില്ലേ? വെറുതെ അതിനെപ്പറ്റി ചിന്തിക്കുന്നേ. ഒരു സ്പിരിച്വൽ എനർജി അത് നമ്മുടെ ഈ ഭൂമിയിലുണ്ട് എന്ന് പറഞ്ഞ് മരിച്ചുപോയ ഒരു ഭൂമിയിൽ വന്ന് എന്ത് ചെയ്യാനാ? തൽക്കാലം ഞാൻ നിങ്ങൾക്കൊരു മെഡിസിൻ എഴുതിത്തരാം. ശരി. അലക്സ്, നീ അത് മറന്നുകളെ. ഡോക്ടർ പറഞ്ഞില്ലേ അത് വേറൊരു സ്വപ്നമെന്ന്. എങ്ങനെ സാന്ദ്ര? എൻ്റെ കൺമുന്നിൽ സംഭവിച്ചതുപോലെ എനിക്ക് തോന്നുന്നേ. അവളുടെ കരച്ചിൽ അത് ഇപ്പോഴും എൻ്റെ കാതിൽ എനിക്ക് കേൾക്കാം. എന്നിട്ട് നിങ്ങൾ പറയുന്നേ ഇതൊക്കെ വേറൊരു സ്വപ്നമാണെന്ന്. അലക്സ്, അതിന് നീ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അതെ സാന്ദ്ര, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. സാന്ദ്ര, ഞാൻ ആ കുട്ടിയെ ഒന്ന് ഹോസ്പിറ്റലിൽ പോയി കണ്ടാലോ? ഞാനും വരാം. വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് വരാം, എൻ്റെ ഒരു സമാധാനത്തിന്. ഡാ, എന്നാ നീ പോയിട്ട് വാ. വരുമ്പോ വിളിച്ചാ മതി, ഞാൻ പൊട്ടിക്ക് കാണും. ശരി അലക്സ്, നീ ഇറങ്ങിയിട്ട് വിളിക്ക. അതിനുശേഷം അലക്സിന്റെ ഒരു വിവരവും ഉണ്ടായില്ല. ഞാൻ വിളിച്ചപ്പോഴൊക്കെ അവൻ തിരിച്ചു വിളിക്കാന്നാ പറഞ്ഞേ. 2 ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് ജോൺ പോളിന്റെ കോള് വന്നു. ഹലോ. ഞാൻ പറയുന്ന കാര്യങ്ങൾ സാന്ദ്ര ശ്രദ്ധിച്ചു കേൾക്കണം. അതിനു മുമ്പ് എനിക്കൊരു കാര്യം അറിയാനുണ്ട്. അലക്സ് പറയുന്ന കുട്ടിക്ക് ഇപ്പോ എങ്ങനെയുണ്ട്? കുറച്ച് ക്രിട്ടിക്കലാന്നാ പറഞ്ഞേ. സാന്ദ്ര, ഞാൻ അലക്സിന്റെ ഹിപ്നോട്ടൈസ് ചെയ്ത ടേപ്പ് കേൾക്കുകയായിരുന്നു. എന്തു പറ്റി ഡോക്ടർ? എന്തെങ്കിലും പ്രശ്നം? ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇനി ഈ സ്പിരിച്വൽ ഓറ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? എത്രത്തോളം പോസിബിലിറ്റി അലക്സിൻ്റെ കാര്യത്തിൽ ഇതിലുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ സൈക്കാട്രിയിൽ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് സംഭവിക്കുന്ന ഈ ഒരേ വേവ്ലെങ്ത്തുള്ള 2 ശരീരങ്ങൾ, അതിൽ ഒരാൾ കോമയിലാണെങ്കിൽ മറ്റേയാളുടെ ആത്മാവ് ഇയാളുടെ ശരീരം ഉപയോഗിക്കാനുള്ള ടെൻഡൻസി കാണിക്കും. എൻ്റെ ഈ സംശയം ശരിയാണെങ്കിൽ അലക്സിൻ്റെ ശരീരം ഈ കുട്ടിയുടെ ആത്മാവ് ഉപയോഗിക്കാനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. ഇതെൻ്റെ ഒരു സംശയം മാത്രമാണ്, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ശരി.
8:30 വരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മണി 9. എന്തൊരു പോസ്റ്റാണ് മാഷെ. ആ കുറച്ച് ലേറ്റ് ആയിടോ. അയ്യോ ഇതെന്ത് പറ്റി കയ്യിലൊക്കെ? ഏയ് അതൊന്നുമില്ല, ബാത്റൂമിലൊന്നും വീണ. പിന്നെ താൻ എന്തിനാ എന്നോട് വരാൻ പറഞ്ഞേ? ആ ഇന്ന് വൈകിട്ട് ആനിന്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ അല്ലേ, അതിനിടെ ഞാൻ ആന്റിയോ? നിനക്കൊരു ഷർട്ട് കണ്ടുവച്ചിട്ടുണ്ട്. എവിടെ? അവിടെ ആണോ? അവിടെ പോയെന്ന് നോക്കിയാലോ? ആ എന്നാ നമുക്ക് നോക്കാം. ഒരു സെക്കൻഡ്. ആ എന്നാ നീ നടന്നോ, ഞാൻ വണ്ടി വെച്ചിട്ട് ഇപ്പൊ വരാം. ഹലോ ആൻ, അലക്സ് എൻ്റെ കൂടെ ഉണ്ട്. അപ്പൊ നീ ലൊക്കേഷൻ അയക്കാൻ മറക്കല്ലേ? ഓക്കെ. പിന്നെ ആക്ച്വലി ഞങ്ങൾ കുറച്ച് ലേറ്റ് ആവും. സോറി. അലക്സ്. ഏയ് ഒന്നുമില്ല, വാ. അവനിവിടെ ചേട്ടൻ കൂട്ടിയാലോ? ജെയിംസ്, ഇവിടെ വെച്ച് വേണ്ട, ആളുകൾ കൂടാൻ ചാൻസ് ഉണ്ട്. അവൻ ഇന്ന് രാത്രിക്ക് മുമ്പ് എനിക്ക് ഒറ്റയ്ക്ക് കിട്ടണം, മനസ്സിലായോ? ഓക്കെ ഓക്കെ. ഡേ മാഷെ, സമയത്തിന് എത്തണം കേട്ടോ. പിന്നെ ഇത് തന്നെ ഇട്ടോണ്ട് വരണം, വൈകിട്ട് കാണാപ്പോ. ശരി, ഞാൻ വന്നോളാം. നീ ഇന്നലെ എന്നോടൊരു തെറ്റ് ചെയ്തു. ഞാനിപ്പോൾ അത് ക്ഷമിക്കാൻ പോവാണ്. അതിനു മുമ്പ് എനിക്കൊരു കാര്യം അറിയണം. ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി? യെസ്, നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഇത് ഡോക്ടർ ആനി. ഹലോ ഡോക്ടർ. ഹലോ. പ്ലീസ് സിറ്റ്. ജോൺ എല്ലാം പറഞ്ഞില്ലായിരുന്നു? ഈ ആത്മാവ് ഒരാളുടെ ശരീരത്തിൽ കയറുക എന്നൊക്കെ പറഞ്ഞാൽ ഒരുപക്ഷെ കോടതി അത് വിശ്വസിക്കണമെന്നില്ല. നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റണം. '80 അമേരിക്കയിൽ ബ്രോക്ക്ഫീൽഡ് എന്ന സ്ഥലത്ത് ഇതേപോലൊരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വാദിക്കുമ്പോൾ നമുക്കത് ഗുണം ചെയ്യും. പിന്നെ അലക്സിനെ ജോൺ ഹിപ്നോട്ടൈസ് ചെയ്ത ടൈപ്പും ഒരു സോളിഡ് പ്രൂഫാണ്. ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ജോൺ ഞാൻ ഇന്നലെ വിളിച്ചപ്പോൾ പറഞ്ഞത് ആ പെൺകുട്ടി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അലക്സിൻ്റെ ശരീരം ഉപയോഗിക്കാൻ കഴിയില്ലെന്ന്. അതെ. ക്രിസ്റ്റഫർ മരിക്കുന്നതിന് 2 മണിക്കൂർ മുമ്പേ ആ പെൺകുട്ടി മരിച്ചിട്ടുണ്ട്. അതിനർത്ഥം അതെ, ക്രിസ്റ്റഫർ കൊന്ന അലക്സ് തന്നെയാണ്. ഇനി ഞാൻ നോക്കിയിട്ട് അലക്സിനെ രക്ഷപ്പെടുത്താൻ ഒരേ ഒരു വഴിയുള്ളൂ. അത് ഡോക്ടർ ആനിക്കേ സാധിക്കൂ. ഞാൻ പറഞ്ഞു വരുന്നത്,
ശ്രുതി എൻ്റെ പേഷ്യൻ്റ് ആയിരുന്നു. അവൾ മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് അലക്സ് എന്നെ വന്ന് കണ്ടിരുന്നു. ആ അവസ്ഥയിൽ അവളെ ആര് കണ്ടാലും അത് ചെയ്തവരെ വെറുതെ വിടില്ല. അലക്സ് ചെയ്തത് തന്നെയാണ് ശരി. അതിൽ കുറഞ്ഞതൊന്നും അവർ അർഹിക്കുന്നില്ല. ആ അമ്മയുടെ കരച്ചിൽ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. കാരണം ഞാനും ഒരമ്മയാണ്. നിങ്ങളുടെ ആവശ്യം എനിക്ക് മനസ്സിലായി സർ. ശ്രുതിയുടെ മരണസമയം തിരുത്തുക. ഒരു പക്ഷേ നമ്മുടെ നീതിപീഠത്തിന് സാധിക്കാത്തൊരു കാര്യമാണ് അലക്സ് ചെയ്തത്. തീർച്ചയായും അലക്സിനെ രക്ഷിക്കേണ്ടത് എന്റെയും കൂടെ കടമയാണ്. സാന്ദ്ര, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഉം. പക്ഷേ നീ എന്നെ വിട്ട് പോവരുത്, ഞാൻ പറയുന്നത് കേട്ടിട്ട്. അന്ന് ക്രിസ്റ്റഫറെ ഞാൻ തന്നെയാ. വേണ്ട അലക്സ്, എല്ലാം ഒരു സ്വപ്നമായിട്ട് മറക്കാനാ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. നിന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് അലക്സ്. നീയാണത് ചെയ്തെങ്കിൽ കൂടി ഞാൻ നിന്നെ രക്ഷപ്പെടുത്താൻ ഏതറ്റം വരെയും പോവും.